This is Kirtana and welcome back to my YouTube channel Blurry Vlogs. അപ്പം ഇന്ന് നമ്മുടെ ഫസ്റ്റ് ട്രാവലിംഗ് വ്ലോഗാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ രാവിലെ സെറ്റായി ഇരിക്കുവാണ്. ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ 8:28 AM. 8:28 AM. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് മൂന്നാറിലോട്ടാണ്. അപ്പോൾ മൂന്നാറിലാണ് ഫസ്റ്റ് ട്രാവലിംഗ് വ്ലോഗ് എന്ന് ഞാൻ പറയുന്നത്. രാവിലെ ആയതുകൊണ്ടാണ് ചെറിയ ചെറിയ തൊണ്ടയടപ്പുകളൊക്കെ തോന്നുന്നത്. സോ ഫസ്റ്റ് ട്രാവലിംഗ് കണ്ണാടിയിലോട്ട് ഞാൻ ക്യാമറയിലോട്ട് നോക്കുന്നില്ല, സോറി. അപ്പോൾ ഫസ്റ്റ് ട്രാവലിംഗ് വ്ലോഗാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓക്കെ, ഫസ്റ്റ് ട്രാവലിംഗ് വ്ലോഗ്. സോ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു വലിയ ലഗേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പാക്ക് ചെയ്തൊക്കെ മാക്സിമം വേണ്ടതൊക്കെ ഞാൻ എടുത്തു വെച്ചു. 3 ദിവസത്തെ ട്രിപ്പാണ്. അത് മൂന്നാമത്തെ ദിവസം ഇങ്ങനെ തിരിച്ചു പോരും. മൂന്നാമത്തെ ദിവസം ഞങ്ങൾ അവിടെ അടിച്ചു പൊളിക്കാൻ ഇരുന്നതാണ്. പക്ഷേ ചേട്ടൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ചു, യൂണിഫോം ബുക്കൊക്കെ വരുവാന്ന്. സോ തിങ്കളാഴ്ച ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെടും. അപ്പോൾ ഇന്ന് ശനിയല്ലേ ചെന്ന്. അപ്പം നമുക്ക് പോവാം. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് വീഡിയോ എടുക്കുന്നത് കുറവായിരിക്കും. സോ എനിക്ക് വണ്ടി വെച്ച് ഫോൺ നോക്കുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. സോ ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കത്തില്ല കുറേയൊക്കെ. പറ്റുവാണ് നോക്കാൻ ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് പാടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ വെക്കണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ എത്തത്തുള്ളൂ. ദെൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ഒരു തംസ് അപ്പ്, ബിഗ് തംസ് അപ്പ് ആൻഡ് കമന്റ്, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. അപ്പം നമുക്ക് ബാക്കി പരിപാടീസൊക്കെ കാണാം. ഇപ്പോൾ വഴിയിലോട്ട് ഇറങ്ങുവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വഴി ഇറങ്ങിയിട്ട് കാണാം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. വീഡിയോ എടുക്കാൻ അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. സോ നമ്മളിപ്പോൾ വീണ്ടും ഓൺ ദ വേ. ലൈറ്റിൻ്റെ നല്ല പ്രശ്നമാണ്. ഒരു സീറ്റ് ബെൽറ്റ് ഇട്. ലൈറ്റിൻ്റെ നല്ല പ്രശ്നമുണ്ട്. സോ പോകാം. ബൈ ബൈ കോട്ടയം. ബൈ ബൈ. നമ്മളങ്ങനെ ഇടുക്കി ജില്ലയിൽ കയറി. ചോരരംഗമാണ്. അപ്പം ഞാൻ കുറേ എടുക്കുന്നില്ല. സോ ജസ്റ്റ് ഞാൻ പണി പാടും ചിലപ്പോൾ. സോ എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. സോ ഞാൻ അതുകൊണ്ട് കുറേ ചോരയിറങ്ങുമ്പോൾ വീഡിയോ എടുക്കുന്നില്ല. കോട്ടയം ഇപ്പോൾ ഇടുക്കിയിലോട്ട് കയറി. സോ വെൽക്കം ടു ഇടുക്കി എന്നുള്ളൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. വെൽക്കം ടു ഇടുക്കി. സോ ജസ്റ്റ് ഞങ്ങളെല്ലാം വന്നു. പിന്നെ ചോര ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ചോര ഇറങ്ങി കയറണമെന്നാണ് പറഞ്ഞത്. എനിക്കൊന്നും അറിയത്തില്ല കേട്ടോന്ന്. ആഫ്റ്റർ എ ഫ്യൂ ഹവേഴ്സ് അപ്പം ഞാൻ അപ്പോഴൊന്നും എനിക്ക് അങ്ങ് വർത്താനം പറയുന്നത് ഭയങ്കര ചമ്മലായി പോയി. ഞാൻ എന്തായാലും നിങ്ങൾ റിയൽ വോയിസ് കേട്ടോളൂ. എന്തായാലും എനിക്ക് വോയിസ് ഓവർ തരാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞങ്ങൾ. പിന്നെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞത് ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഇതാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ പീസൊക്കെ കാണിച്ചു. ഞാൻ വെച്ച ടങ്ക് ലൈഫാണ്. അപ്പോൾ ആ തൂക്കുപാലാണ്. അപ്പം അതിൽ കൂടെ വണ്ടിയൊക്കെ കയറും. പക്ഷെ വലിയ വണ്ടിയൊന്നും കയറാതിരിക്കാൻ ഇങ്ങനെ ഒരു കമ്പി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബസ് ലോറിയൊന്നും കയറാതിരിക്കാൻ ഇങ്ങനെ ആടും കിടന്ന്. അപ്പോൾ അതിൻ്റെ അടി നല്ല വ്യൂ ആണ്. സോ നിങ്ങൾ ജസ്റ്റ് അത് കാണും. ഞാനൊന്നും പറയത്തില്ല. ഞങ്ങൾ പാലത്തേക്ക് നടക്കുകയാണെങ്കിൽ അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസാണ്. അപ്പോൾ അവരുടെ പിള്ളേരൊക്കെ ഉണ്ട്.
വലുതായിട്ട് കാടില്ല. ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു കല്യാണ പരിപാടി ഉണ്ടായിരുന്നു. കാട് ഞാൻ എല്ലാ മൊബൈലും വണ്ടി വരുന്നതാണ്. വണ്ടി പോട്ടെ. അങ്ങോട്ടും വണ്ടി ആയിരുന്ന ആ ഒരു ഫീലിംഗ് തോന്നിയില്ല കുലങ്ങുന്ന പോലെ. നേരത്തെ ഇതിലും അങ്ങനെ ഇടക്കാലം കൊണ്ടില്ലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഈ സാധനം ഇങ്ങനെ ആണോ ഇങ്ങനെ ആട് ഈ പീസ് ഉണ്ടോ ഇങ്ങനെ ആട്. അത് പിന്നെ എല്ലാരും ആട്ടക്കാരായി. അതെ ആന ചവിട്ടിയ കുഴി പോലെയാണ്. ഇതൊക്കെ ഇതിനെ വർക്കിന് വേണ്ടി കട്ട് ചെയ്തെടുത്താൻ തോന്നുന്നു കേട്ടോ. ഡാം തുറക്കുമ്പോൾ ഡാം തുറക്കുമ്പോൾ വെള്ളം വരുന്നത് ഇത് കട്ടി കിടന്നാൽ ഇത് പണ്ട് വെള്ളം ഒഴുകൊണ്ടിരുന്ന പുഴയായിരുന്നു. അതിന് ക്രോസിലാണ് ഇത് കെട്ടേക്കണം. ഡാം പോകാൻ താഴെ പോകല്ലോ. താഴെ അങ്ങനെ തറ കിടക്കുന്നത് താഴെ ഒന്ന് ഇറങ്ങാൻ വെച്ചാ തൂക്കുപാല. വണ്ടി കയറി പോകാൻ പറ്റുന്ന തൂക്കുപാല അല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ ഇതാടുന്നുണ്ട് ചെറുതായിട്ട്. ഇതിങ്ങനെ ഓരോ പടി ആരുണ്ടാക്കിയതാ? ബ്രിട്ടീഷുകാരാ. ബ്രിട്ടീഷുകാര് പണ്ടുണ്ടാക്കി വെച്ചതാണെന്നാ പറയും. അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ആ സീനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സോറി. ഇത് സൂര്യകാന്തിയാണോ ചേട്ടാ? സൂര്യകാന്തിയാണോ? ഏതാണ്ടൊരു കാട് നമുക്കൊരു 2 സെൽഫി എടുക്കാം. വരാടാ. ഒരാള് നിക്കടാവേ. വണ്ടി മറ്റേ ജീപ്പാണ് വിളിക്കുന്നുണ്ട്. സോ വണ്ടി വരുന്ന ഞാനാണ് മാസ്ക് ഇട്ടിട്ട്. ഞങ്ങളിപ്പം വെള്ളത്തൂവല് ഡാമിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ പാലം കടന്നു വരും. എന്നിട്ട് അതിലെ വീട്ടിൽ ഞങ്ങൾ വെളിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങാണ്ട് ഇരുന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. നമ്മളിവിടെ ഇരുന്നല്ലായിരുന്നു വെച്ചാൽ അവിടുത്തെ സൈഡിലോട്ട് ഒരു ഷെഡിൽ ചെന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഞാൻ അവിടുത്തെയൊക്കെ കുറച്ച് വ്യൂസൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോ കാണിച്ചതിന് കുറേ ലോങ് ആയിപ്പോൾ. ഞാൻ പാർട്ട് 2 ആയിട്ടിടാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും 2 ആയിട്ടിടാൻ നടക്കത്തില്ല. ഈ വീഡിയോ തിങ്കളാഴ്ച വരുമെന്നും എനിക്ക് അത്ര ഉറപ്പില്ല. നെറ്റ് ഭയങ്കര ചതിയാണ്. കാണും വഴിയില്ല. വഴികൾ മുഴുവൻ നാളം പിടിക്കും. ഈ സ്റ്റെപ്പ് കൊടുക്കുന്ന താഴേക്ക് പറമ്പലുണ്ട്. അതുപോലെ അപ്പുറമുണ്ട്. അപ്പുറം ഫുള്ളി സൈഡ് സ്റ്റെപ്പ് മൊത്തം നല്ല ഗാർഡനായിരുന്നു ഇത് ആദ്യം ഉണ്ടായിരുന്ന സമയത്ത്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ സൂം ചെയ്തതാണ്. ഇപ്പോൾ 705 അടി വെള്ളം എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. 705 ഇല്ല, അതിനേക്കാൾ ഇച്ചിരി താഴെയാണ്. ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടി തന്നെ ഒന്ന് സൂമാക്കി ഫോക്കസൊക്കെ ചെയ്ത് എടുത്തതാണ്. കുറച്ച് ചളി ഷൂട്ടിങ്ങൊക്കെ തന്നെയാണ്. സോറി, ഫസ്റ്റ് ട്രാവലിംഗ് വ്ളോഗും കൂടി അല്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ.
സബ്സ്ക്രൈബ്. നിങ്ങൾ എല്ലാ വ്യൂസും കാണും. ഞങ്ങൾ ആ ഷെഡിൻ്റെ അടിയിൽ ഇരുന്നതിന് ഫുഡ് കഴിച്ചു കേട്ടോ. ഹലോ, ഞാൻ കൂടുതൽ വോയിസ് ഓവർ തരുവാണ്, അതിന് ഇവരെല്ലാം ഉള്ളതാണ്. സോ നമുക്കിപ്പോൾ ഇനി അടുത്തത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ റിസോർട്ടിലോട്ടല്ലേ ചേച്ചി നേരെ പോകുന്നത്? അല്ല ചേ, ഇനി റിസോർട്ടിലോട്ടാണോ പോകുന്നത്? നിങ്ങളിങ്ങനെ വഴി കാണാനുള്ള ഒക്കെ നിർത്തിയിട്ട് കാണുന്നുണ്ട്. സോ നല്ല ഭംഗിയുള്ള ആണ് ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ സംഭവം. റിപ്പിൾ വാട്ടർ ഫാൾ. അച്ഛാ എനിക്കൊരു ക്യാപ്പ് വേണം. ഭയങ്കര വഴുവഴുപ്പായി. തലയടിച്ചാൽ വീഴും. സ്റ്റെപ്പ് വെച്ചൂടെ ഇവർക്ക്? എന്റെ കാലാണെങ്കിൽ തെന്നു വച്ചേ ഈ ചെറുപ്പാണ്ടേ. ഓക്കെ, ആമേ ഇനി സ്റ്റെപ്പാണ് കേട്ടോ, പാറയല്ല. അവിടെ വരെ പാറയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ബാക്ക് ക്യാമറ ഇട്ടേ. സോ ഇപ്പോൾ പാറ കഴിഞ്ഞു. അമ്മേ അവരൊക്കെ പോകുന്നുണ്ടോ? അവരവിടെ ഷൂന്നും പറഞ്ഞോണ്ട് ഇറങ്ങിപ്പോയി. ചേട്ടന്മാർ ഈ കാലം ഭാഗത്തേക്ക് ഈ കണ്ടിട്ടാണ് പറയുന്നത്. സോറി, really amazing bird. എനിക്ക് ഈ കാലം നാട്ടിൽ കൂടുതലാണ് അതുകൊണ്ടുള്ളൂ. ഞാനെന്നുവെച്ചാൽ ഇങ്ങനെ മെല്ലെ 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 അയ്യോ നടന്ന് പോവാണ് അമ്മേ. അയ്യോ, സോ
തിരിച്ചു കയറുവാണേ. അപ്പോൾ എനിക്ക് ഇനി ഇതെങ്ങോട്ട് വെച്ചു? നേരെ റിസോർട്ടിലോട്ടാണോ? പിന്നെ റിസോർട്ടിലോട്ടാണ് പോകുന്ന വഴി. പക്ഷെ അവിടെ ചുറ്റിനൊന്നും കാണുന്നില്ല. നോക്കി നമുക്ക് പോവാം. എനിക്ക് വലിയ കുഴപ്പമില്ല. അയ്യോ അങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് അത് കണ്ടിരുന്നു. അതിലുണ്ട്. നമ്മളിപ്പോ മൂന്നാറ് എത്തിയിട്ട് ഞങ്ങള് റിസോർട്ടിലാണ്. മൂന്നാർ ബ്രീസിലാണ് റിസോർട്ട്. അപ്പൊ ഞങ്ങളുടെ റൂമിന്റെ ഒരു ബിൽബറിയും. അപ്പൊ ഞങ്ങൾ കൂടെ വന്ന ഫ്രണ്ട്സിന്റെ പേര് മെൽബറിയുമാണ് വീടിന്റെ പേര്. ഓക്കെ അപ്പൊ നമുക്ക് മൂന്നാർ വന്നു. പിന്നെ നമുക്ക് ഈ റിസോർട്ട് ഓപ്പൺ ചെയ്യാം. അക്കത്ത് പലരും കാണും. നിങ്ങളൊന്ന് ചിന്തിക്കണ്ട. ഇങ്ങനെയാണ് ഓപ്പൺ. ഇവിടെ അയ്യോ പോട്ടെ. അപ്പൊ ഇവിടെ ഒരു ടേബിളുണ്ട്. ഇവിടെ എന്റെ അച്ഛയുടെ മാസം ടേബിളും എല്ലാം സെറ്റാക്കി. അതെൻ ഇവിടെ അച്ഛൻ ഇവിടെ കാണിക്കില്ലേ? ഇവിടെ കാണിക്കില്ല. അങ്ങോട്ടൊക്കെ പോയാൽ മതി. അച്ഛൻ അങ്ങനെ നിൽക്ക് എന്നെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സൈഡിലാണ് ചെറിയൊരു അലമാരി. പിന്നെ അവര് 5 രൂപയുടെ മെഡിക്സിന്റെ സോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ലാൻഡ് കണക്ഷൻ ഇല്ലാത്തതാണ്. ഇല്ലാത്തോ പിന്നെ ചെറിയൊരു അലമാര. ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്. എന്നെ സെറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഉള്ള സാധനം തന്നെ. നമ്മുടെ ബെഡ് ഇതാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും ബെഡാണ്. വൈറ്റ് കളറാണ്. ടോയ്ലറ്റ് അതാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ആൻഡ് നമുക്ക് ഇതിപ്പോ ചേട്ടന്റെ പരിപാടിയാണ്. വൈകുന്നേരം ആയിപ്പോ കാപ്പി കുടിച്ച് ഇങ്ങനെ ഇരിക്കാം. മെസ്സേലടി ഇരിക്കാം. ഓക്കെ ഇവിടെ ഒരു വ്യൂ ഉണ്ട്. അച്ഛൻ ഇങ്ങോട്ട് കാണിക്കട്ടെ. ഓക്കെ ഇവിടെ ഒരു വ്യൂ ഉണ്ട്. അച്ഛയുടെ കൈ മാറ്റിക്കാൻ ഒരു വ്യൂ ഉണ്ട്. അത്ര വലിയ ഭംഗിയുള്ള വ്യൂ ഒന്നും അല്ല. ജസ്റ്റ് ലൈക്ക് ദിസ്. മൂന്നാറ് മൂന്നാം ഉദ്ദേശത്തിന് വരിക. സോതേ കൊള്ളാം. ചേട്ടൻ ഈ ഗ്യാസ് കുറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ഛായിരുന്നു ഉറങ്ങുവാണ്. ഞാനും കിടന്ന് ഇപ്പം ചിലപ്പോൾ ഉറങ്ങും. ഞങ്ങളിപ്പോൾ സൂര്യാസ്തമയം കാണാൻ പോകും. എന്നിട്ടേ ഉള്ളൂ ഞങ്ങൾ ബാക്കി പരിപാടി. സോ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ കാപ്പി എടുക്കുന്നു. ഇല്ല, അമ്മ വിളിച്ചില്ല. ഓക്കെ ചേട്ടൻ ഫേസ് കാണിക്കുന്നില്ല.
ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് അതൊക്കെ കാണാം. ഓക്കെ ബൈ. Thank you. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൈം 5:15 ആകുന്നു. 5:30 ആകുന്നു. സോ ഞങ്ങളിപ്പോൾ സൂര്യാസ്തമയം കാണാൻ പോവാണ്. സോ നമുക്കപ്പോൾ അത് പോകുന്ന വഴി ഇതിന്റെ മാസ്ക് നീച്ചേ അതിനാ. ഓക്കെ, ഞാൻ വെച്ചാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. അപ്പം നമുക്ക് മേലോട്ട് കയറി പോകാം. സോ ഞങ്ങളിപ്പോൾ ഒരു കൊന്നപ്പൂ ലുക്കല്ലേ. അങ്ങ് കാണാമെന്ന് പറഞ്ഞു. ശരിക്കും ഇതല്ല മലയുടെ പക്കത്തിലായി. സച്ചസ്ലി ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നോക്ക്, വലിയൊരു ഫ്ലവേഴ്സ്. നമുക്ക് പല കളറിലുള്ള വണ്ടി വരുന്നുണ്ട്. നമുക്ക് മാസ്ക് ഒക്കെ ഇടാം. DJ ya pada boleh. Aceh kan? Ois. Ame. Boleh deh. വീഡിയോ ഓണാണോ? ഇതിനകത്ത് ചന്ദ്രനെ കാണാനില്ല കേട്ടോ. ചന്ദ്രനോ? അപ്പൊ ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് നിങ്ങളെല്ലാരും കാണിക്കും. ഇത്തിരി ഓഫ് റോഡ് അവിടെ. ഡാഡാ വരുവോ? ക്യാം തിരിച്ചിട്ട് അത് കാണിക്കടി. എന്നെ കണ്ടാ മതി. എൻ്റെ അതൊന്നും കാണിച്ചില്ല. ജിൻ ഒരു പൊട്ട് പോലത്തെ സാധനം. ആ ജിൻ വെട്ടയില്ല. ഓ കോപ്പ് എടുക്കാൻ പോ. എന്റെ കൈ ഇവിടെ. അയ്യോ
എന്നാ എന്റെ സമ്മതം സെൽഫി എടുക്കാം. യെസ് ആ ഇങ്ങ് തരൂ കൊട്ടോ Come on. ഇങ്ങോട്ടാ കേട്ടോ. Okay. Let's look at ഇരിക്കടാ മോനെ ഇരിക്കടാ കുഞ്ഞാ നമുക്ക് റേസിംഗ് കാണാം. എടുക്ക്. സൂര്യൻ ഇങ്ങോട്ട് വരുവാ. ഞങ്ങൾ പോയി 4 ഞങ്ങൾ സൺസെറ്റ് ഇങ്ങനെ പോകുന്നത് എടുത്തോണ്ടിരിക്കുകയാണ്. അത് മലയാളം താഴെ വന്നിട്ട് വേണ്ടേ ഇത് വേറെ മസ്തുണ്ട്. സൂര്യൻ അസ്തമിച്ചു. സോ ഇപ്പോൾ ഇവിടെ മെല്ലെ മെല്ലെ തണുപ്പാകാൻ തുടങ്ങി. ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര നോയ്സ. സോ ഞാൻ ഞാനിപ്പോ ശ്രദ്ധിച്ചപ്പോ എന്റെ കണ്ണിൽ പെട്ടുന്നതാണ് ഇവിടെ കൂടുതൽ അതുകൂട്ട് ഫ്ലവേഴ്സ് ആണുള്ളത്. ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ടു ബ്ലർ ആയിട്ട് കാണുന്നത്. നീ എന്തേലും പറഞ്ഞു പറഞ്ഞാണ് ഇതിന്റെ ഈ മുട്ട ഇത് എന്തു സാധനമാണെന്ന് എനിക്ക് അറിയത്തില്ല. നിന്റെ ഇത് പറിച്ച് ഈ മുട്ട് അങ്ങനെ പറിക്കണമെന്നില്ല. അങ്ങനെ പറിക്കണമെന്നില്ല. ഞെഞ്ഞു എന്നോട് ഞെഞ്ഞു നല്ല പേര് എന്നോടാ ഞാനൊന്നും അല്ല പറഞ്ഞ. എന്നിട്ട് അതിന്റെ ഈ ചുമന്ന സാധനം ഉണ്ടേ ഇതെടുക്കണം. എന്നിട്ട് ചിഞ്ഞണോ നല്ല പുളിയാ. അതിനോട് ഞുഞ്ഞു പറഞ്ഞു ഞാൻ ഞുഞ്ഞു എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ചുമന്ന സ്ഥലത്ത് നല്ല പുളിയാണ്. എന്നോട് ഞുഞ്ഞു പറഞ്ഞു ഇതിന്റെ ഈ ഇല അരച്ച മീൻകറിക്കാത്ത ഞാൻ പറഞ്ഞതല്ല കൊച്ചേ. ഞുഞ്ഞു എന്നോട് ഈ ഇല പറിച്ചിട്ട് മീൻകറിക്കാത്തൊക്കെ ഇടുവാണ്. അതിന്റെ മുള്ളു
കഴിഞ്ഞ് ഞാൻ അപ്പോൾ പറഞ്ഞു, പക്ഷെ അവർ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര വോയിസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നീട് ഞാനിപ്പോൾ ഇത് പാർട്ട് 1 ആണ്. നിങ്ങൾ സെക്കൻഡ് ആയിട്ട് ട്രിപ്പ് ഇനിയും കിടപ്പുണ്ട് നമുക്കപ്പോൾ ഞാനിത് ഇനി ഈ ഒരു വീക്ക് ഫുൾ നമുക്ക് വീഡിയോ ചിലപ്പോൾ കാണും, എനിക്ക് പറയാൻ പറ്റത്തില്ല. നെറ്റ് ചതിയാണ്, എന്നാലും കുഴപ്പമില്ല. ഞാനിത് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ. സോ നമുക്ക് ഇത് എഡിറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞു. ദെൻ ദിസ് ഇസ് കീർത്തന സൈനിങ് ഔട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. ബെല്ലൈക്കൻ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ നിൽക്കുക. ദിസ് ഇസ് കീർത്തന സൈനിങ് ഔട്ട്. Bye.